ഞാൻ ഡയഗ്നോസ്ഡ് 24, ട്രാൻസ്പ്ലാന്റ് ചെയ്ത് 27 or 28 ആയിരുന്നു. നോബഡി ടോൾഡ് മീ അബൌട്ട് ഫ്രീസിങ് മൈ എഗ്സ്. ഡോക്ടേഴ്സിന് അറിയാം, ഞാൻ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി ചോദിക്കുന്നത്. ഹിസ് ലെയിം റെസ്പോൺസ് ടു മീ വാസ്, ജീവിതത്തിൽ ഒന്നിലേറെ പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിട്ടയാൾ തന്നെയാണ് നടി മമത മോഹൻദാസ്. 2 വട്ടം ക്യാൻസറിനെ അതിജീവിച്ച മമതയ്ക്ക് ജീവിതത്തിലെ ഓരോ നിമിഷവും അമൂല്യം തന്നെയാണ്. താൻ കടന്നു വന്ന പാതകളിലെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പാഠമാകാനും പ്രചോദനമാകാനും വേണ്ടി പങ്കുവയ്ക്കുന്നയാളുമാണ് മമത മോഹൻദാസ്. ക്യാൻസർ ചികിത്സയ്ക്ക് ശേഷം മെഡിക്കൽ സംവിധാനത്തിലെ ചില പോരായ്മകളെക്കുറിച്ച് താൻ മനസ്സിലാക്കിയ കാര്യങ്ങളും പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ മമത. 24 വയസ്സിലാണ് എനിക്ക് ക്യാൻസർ കണ്ടെത്തിയത്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് 28 വയസ്സിലാണ്. ആരും എന്നോട് എഗ്ഗ് ഫ്രീസ് ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞു തന്നില്ല. ഡോക്ടേഴ്സിന് അറിയാം, ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി ചോദിക്കുന്നത്. ഡോക്ടറുടെ അലസമായ മറുപടി, നിങ്ങൾ അക്കാര്യം പറഞ്ഞില്ല എന്നായിരുന്നു. നമുക്കെങ്ങനെ അറിയാനാണ്? ഒന്നാമത് നമുക്ക് ഇൻഫർമേഷൻ ഇല്ല. ഈ ഡോക്ടർമാരൊക്കെ അമേരിക്കയിലൊക്കെ പോയി പഠിച്ചതാണ്. ഡോക്ടർമാരെ കുറ്റം പറയുകയല്ല, പക്ഷേ നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ പിഴവുകളുണ്ടെന്നും മമത മോഹൻദാസ് പറഞ്ഞു. അന്നത്തെ കാലത്ത് സ്റ്റിഗ്മ എന്താണ്? ഇതിനെക്കുറിച്ച് ആരോടെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? സ്വന്തം മാതാപിതാക്കൾ സ്വന്തം സഹോദരങ്ങളോട് പോലും പറയുന്നില്ല. അതുതന്നെ വൈകിയാണ് പറയുന്നത്. എത്ര ബുദ്ധിമുട്ടായിട്ടാണ് പറഞ്ഞത്. സപ്പോർട്ടായി ആ സമയത്ത് വരുന്നവരുണ്ട്. കരയുന്നതിന് പകരം എനിക്കൊപ്പം ഇരുന്ന് തമാശ പറയും. സപ്പോർട്ട് എന്ന് പറഞ്ഞു വരുന്ന കുറേ ആൾക്കാർക്ക് സിമ്പതിയാണ്. അത് രോഗിക്ക് ടോക്സിക്കാണ്. പ്രത്യാശയോടെ ജീവിതത്തെ നോക്കിക്കാണുക എന്നാണ് ക്യാൻസർ ബാധിതരോട് മമതയ്ക്ക് പറയാനുള്ളത്. പലപ്പോഴും എഴുന്നേൽക്കാൻ പോലും വയ്യാതെ ഞാൻ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. എൻ്റെ വർക്കിൽ ഞാൻ ബുദ്ധിമുട്ട് കാണിക്കാറേയില്ല. മനസ്സിനെ ശക്തിപ്പെടുത്തുക എന്നത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് ആരും എവിടെ നിന്നും എടുത്തു തരേണ്ടതല്ല. അങ്ങനെയുള്ള സപ്പോർട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനും ബിൽഡ് ചെയ്യാനും ആകണം. സ്വന്തം കുടുംബാംഗങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു വരും. അവർ നമുക്ക് ചുറ്റുമിരുന്ന് എപ്പോഴും സങ്കടപ്പെടുന്നത് കൊണ്ടും കരയുന്നത് കൊണ്ടും ഫൈറ്റ് ചെയ്യുന്ന പേഷ്യൻറ്റിന് ഒരു ശക്തിയും ലഭിക്കാൻ പോകുന്നില്ല. ആ സമയത്ത് ശരിക്കും വേണ്ടത് കുറച്ച് സെൻസ് ഓഫ് ഹ്യൂമറുള്ള ആൾക്കാരാണ്. ഒന്ന് ചിരിച്ച് ലൈറ്റാക്കുക. അത് രോഗിയെ ഒരുപാട് സഹായിക്കും. ക്യാൻസർ വരുന്നെങ്കിൽ നിങ്ങളുടെ ക്യാൻസറിനെക്കുറിച്ച് അറിയാനും സമ്മർദ്ദമില്ലാതെ ജീവിക്കുകയാണെന്ന് അറിയാനും നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കുക. ജീവിതശൈലികൾ മാറ്റം വരുത്തുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതേസമയം ക്യാൻസറിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. നല്ല ജീവിതശൈലിയായിരുന്നു എനിക്ക്. വ്യായാമം ഉണ്ടായിരുന്നു. മദ്യപാനമോ മറ്റ് ദുശീലങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്നിട്ടും തനിക്ക് ക്യാൻസർ വന്നുവെന്നും മമത മോഹൻദാസ് പറയുന്നു.